നമസ്കാരം. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിൽ ആരംഭിക്കുന്നതിന്റെ വക്കിലാണ്. ഇലോൺ മസ്കിന്റെ കമ്പനി നിലവിൽ വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സ്റ്റാർലിങ്കിന് റെഗുലേറ്ററി അംഗീകാരം ആവശ്യമാണ്. അതിന് കമ്പനി 2022 ഒക്ടോബറിൽ അപേക്ഷിച്ചിരുന്നു. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ സാറ്റലൈറ്റ് സ്പെക്ട്രത്തിനായുള്ള ലേല പ്രക്രിയ ഉടൻ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സാറ്റലൈറ്റ് ഇന്റർനെറ്റിന്റെ വ്യാപനത്തിന് വഴിയൊരുക്കുന്നതാണ്. സ്റ്റാർലിങ്കിന് പുറമെ എയർടെൽ, ജിയോ, ആമസോൺ തുടങ്ങിയ കമ്പനികളും ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സ്റ്റാർലിങ്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് വയർ ഫ്രീ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നുണ്ട്. ഇത് ഉപഭോക്താക്കളെ തടസ്സങ്ങളില്ലാതെ ഫലത്തിൽ എവിടെ നിന്നും ഓഡിയോ, വീഡിയോ കോളുകൾ ചെയ്യാൻ അനുവദിക്കുന്നതാണ്. അതിനിടെ എയർടെൽ, ജിയോ, BSNL, വി തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ടെലികോം ഓപ്പറേറ്റർമാർ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് അതിവേഗ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ എത്തിക്കുന്നുണ്ട്. ജിയോ, എയർടെൽ ഉപഭോക്താക്കൾ 5G ഇന്റർനെറ്റ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇത് 300 മുതൽ 400 Mbps വരെ വേഗത വാഗ്ദാനം ചെയ്യുകയും ചില മേഖലകളിൽ 700 Mbps വരെ വേഗത കൈവരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റാർലിങ്കിന് ഈ വേഗതയുമായി പൊരുത്തപ്പെടാനോ അതിലധികമോ കഴിയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. നിലവിൽ സ്റ്റാർലിങ്ക് വിവിധ രാജ്യങ്ങളിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിന്റെ സ്റ്റാൻഡേർഡ് പ്ലാൻ 50 Mbps-നും 150 Mbps-നും ഇടയിൽ വേഗത നൽകുന്നതാണ്. മുൻഗണനാ പ്ലാനിലുള്ളവർക്ക് വേഗത 220 Mbps വരെ എത്താം. അതേസമയം അപ്ലോഡ് വേഗത സാധാരണയായി 10 Mbps മുതൽ 20 Mbps വരെയാണ്. സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് വേഗത ലൊക്കേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെടാമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിരുന്നാലും ഉപഭോക്താക്കൾക്ക് HD സ്ട്രീമിംഗ്, ഓൺലൈൻ ഗെയിമിംഗ്, വലിയ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യൽ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ആസ്വദിക്കാനാകും. സ്റ്റാർലിങ്കിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ഗ്രാമപ്രദേശങ്ങളിലെ ഉപയോക്താക്കൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അതിവേഗ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നതിന് മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതിനോ ഒപ്റ്റിക്കൽ ഫൈബർ ലൈനുകൾ പ്രവർത്തിപ്പിക്കുന്നതിനോ വെല്ലുവിളി നേരിടുന്ന പ്രദേശങ്ങളിലെ ആളുകളെ ഈ സാങ്കേതിക വിദ്യ പ്രാപ്തമാക്കുന്നുണ്ട്. സ്റ്റാർലിങ്ക് ഉപയോഗിച്ച് ആരംഭിക്കുന്നതിന് ഉപയോക്താക്കൾക്ക് അവരുടെ വീടുകളിൽ ഒരു സാറ്റലൈറ്റ് ആന്റിന ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം അവർക്ക് സ്റ്റാർലിങ്ക് ടെർമിനൽ വഴി അതിവേഗ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാനാകും. ഇലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കമ്പനിയായ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അനുമതിക്ക് അന്തിമ രൂപമാകുന്ന വാർത്ത രാജ്യത്തെ ടെലികോം മേഖലയെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സേവന ലൈസൻസ് അനുവദിക്കുന്നതിന് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ സുരക്ഷാ നിബന്ധനകൾ കമ്പനി അംഗീകരിച്ചതോടെയാണ് മസ്കിന്റെ സ്റ്റാർലിങ്കിന് ഇന്ത്യയിലേക്ക് വഴി തെളിഞ്ഞത്. ഇനി ഔദ്യോഗികമായി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രയൽ സ്പെക്ട്രം സ്വന്തമാക്കി പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നത്. US-ൽ ട്രംപിന്റെ വിജയത്തിന് പിന്നാലെയാണ് ഇന്ത്യയിൽ സ്റ്റാർലിങ്കിന് പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചതെന്ന മറ്റൊരു പ്രത്യേകതയാണ്. കാരണം US-ൽ ട്രംപിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് മസ്ക്. അതുകൊണ്ട് തന്നെ ട്രംപിന് സ്വാധീനമുള്ള മിക്ക രാജ്യങ്ങളിലും മസ്കിന്റെ ബിസിനസ് കത്തിപ്പടർന്നേക്കാം.